ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററായ ആറ്റത്തിൻ്റെ ഘടന നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടേക്കുക. നമ്മളിവിടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾ ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ പീരിയോഡിക് ടേബിളിൻ്റെ മാതൃക നിർമ്മിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ രസതന്ത്ര പഠനം എളുപ്പമാക്കാൻ മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പീരിയോഡിക് ടേബിൾ സഹായകമാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രസതന്ത്ര പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദമത്രി ഇവാനോവിച്ച് മെൻഡലിഫ്. അപ്പോൾ ആരാണ്? മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും അതുപോലെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദമത്രി ഇവാനോവിച്ച് മെൻഡലിഫാണ് പീരിയോഡിക് ടേബിള് ആവിഷ്കരിച്ചത്. അപ്പോൾ പീരിയോഡിക് ടേബിള് അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരിയോഡിക്കിൻ്റെ നിയമവും നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമം നടത്തിയത് ആരെന്ന് ചോദിക്കാം. ആരാണ്? ദമത്രി ഇവാനോവിച്ചാണ്. അതുപോലെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ആരാണ്? പീരിയോഡിക് ടേബിൾ നിയമമൊക്കെ കൊണ്ടുവന്നതും ആരായി? ദമത്രി ഇവാനോവിച്ച് മെൻഡലിഫാണ്. 1869 മെൻഡലിഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. അപ്പം മെൻഡലിഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കാൻ തുടങ്ങുന്ന ഏത് വർഷമാണ്? 1869. ആ സമയത്ത് എന്ത് ഉണ്ടായിരുന്നില്ല? ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും മെൻഡലിഫ് പീരിയോഡിക് ടേബിളിന് ധാരാളം മേന്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും മെൻഡലിഫിൻ്റെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് മേന്മകളുണ്ട്. അപ്പം മെൻഡലിഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ ലിസ്റ്റ് ചെയ്യാനായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിപ്പോണം. മെൻഡലിഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് അറ്റോമിക മാസ് പുനർനിർണയിച്ചു. അപ്പോൾ മെൻഡലിഫ് എന്ത് ചെയ്തു? മെൻഡലിഫ് അറ്റോമിക മാസ് പുനർനിർണയിച്ചു. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വിന്യസിച്ചത്. അപ്പോൾ ഈ അറ്റോമിക മാസ് എന്ത് ചെയ്തു? പുനർനിർണയിച്ചു. അറ്റോമിക മാസ് പുനർനിർണയിച്ചു. ഇനി രണ്ടാമത്തെ ഗുണം നമുക്ക് പറയാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു? ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇനി അടുത്ത് നമുക്ക് എന്ത് പറയാം? ഇനി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിട്ടു. അപ്പോൾ ഇനി ഒരുപാട് മൂലകങ്ങൾ കണ്ടെത്താനുണ്ടെന്നും അവയ്ക്ക് കുറച്ച് അതിൻ്റെ സ്ഥാനങ്ങൾ എവിടെയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഇനി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാനം ഒഴിച്ചിട്ടു. അപ്പം കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം എന്ത് ചെയ്തു? ഒഴിച്ചിട്ട് കൊടുത്തു. ഇനി അങ്ങനെ കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുക മാത്രമല്ല, അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ആര് പ്രവചിച്ചു? മെൻഡലിഫ് പ്രവചിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മെൻഡലിഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? അറ്റോമിക മാസ് പുനർനിർണയിച്ചു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇനി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിട്ടു.
അങ്ങനെ കണ്ടെത്താനുള്ള മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്ത് ചെയ്തു? പ്രവചിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ മെൻഡലീഫിൻ്റെ എന്താണ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ചില പരിമിതികളെക്കുറിച്ചും നിങ്ങൾക്കറിയാമല്ലോ. അവ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് മേന്മകൾ മാത്രമല്ല, കുറച്ച് പരിമിതികൾ കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ പരിമിതി എന്ന് പറയുന്നത്? ഒന്നാമത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹൈഡ്രജന് ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകാൻ ആർക്ക് കഴിഞ്ഞില്ല? മെൻഡലീഫിന് കഴിഞ്ഞില്ല. അത് അതിൻ്റെ ഒരു പോരായ്മയാണ്. അതുപോലെ ഗുണങ്ങളിൽ വ്യത്യസ്തമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ മൂലകങ്ങൾക്ക് ഗുണങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പം ഗുണങ്ങളിൽ വ്യത്യാസമുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അത് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്? എന്തൊക്കെയാണ്? ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ മെൻഡലീഫിന് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയാണ്. അതുപോലെ ഗുണങ്ങളിൽ വ്യത്യസ്തമുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നതും ഈ ഒരു മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മയാണ്, അല്ലെങ്കിൽ പരിമിതിയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഐസോടോപ്പുകളെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ആ ചാപ്റ്റർ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഐസോടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോടോപ്പുകളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവയ്ക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പ് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ അറ്റോമിക നമ്പർ ഒരേ അറ്റോമിക നമ്പറാണ്, പക്ഷെ അതിനെന്തുണ്ട്? വ്യത്യസ്ത മാസ് നമ്പർ ഉണ്ട്. അങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക നമ്പർ ഒന്നാണെങ്കിലും അവയ്ക്ക് എന്താണ് നമുക്ക് പറയാം, ഇവയുടെ എന്ത് വ്യത്യാസമാണ്? മാസ് നമ്പർ വ്യത്യാസമാണ്. മാസ് നമ്പറിൽ വ്യത്യാസമുണ്ട്. മാസ് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു എന്താണ്? മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത അറ്റോമിക മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൽ പ്രത്യേകം സ്ഥാനം നൽകേണ്ടതല്ലേ? അപ്പം നമുക്കറിയാം എന്താണ് ഐസോടോപ്പുകൾക്ക് എന്താ പ്രത്യേകത? ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത അറ്റോമിക മാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താണ്? വ്യത്യസ്ത അറ്റോമിക മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനം നൽകേണ്ടതാണ്. ഉദാഹരണം നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഏതൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ? ഇത് മൂന്നുമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. അതിൻ്റെ പ്രതീകങ്ങളാണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതിയ ഇതാണ് പ്രോട്ടിയമാണ്. അടുത്ത് ഏതാണ്? അടുത്ത് നമുക്ക് എഴുതാം 2, 1. ഇതാണ് ഡ്യൂട്ടീരിയം. ഇനി അടുത്ത് ഇതാണ് ഇതാണ് ട്രിഷ്യം. അപ്പം ഇങ്ങനെ 3 ഐസോടോപ്പുകളാണ് ആർക്കുള്ളത്? ഹൈഡ്രജനുള്ളത്. അപ്പം മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല. അപ്പം മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് എന്താണ്? അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രത്യേകം സ്ഥാനം നൽകാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹെൻറി മോസ്ലിയെ കുറിച്ചാണ്. ഇപ്പം ഹെൻറി മോസ്ലിയുടെ പ്രത്യേകത നോക്കാം. തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല,
മറിച്ച് അറ്റോമിക നമ്പറിനെയാണെന്ന് കണ്ടെത്തി. ആരാ കണ്ടെത്തിയത്? ഹെൻറി മോസ്ലി. അപ്പോൾ ഹെൻറി മോസ്ലി നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം നടത്തിയത് ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി? അറ്റോമിക മാസിനെ അല്ല, മറിച്ച് എന്തിനെയാണ്? അറ്റോമിക നമ്പറിനെയാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. തുടർന്ന് അദ്ദേഹം മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. അപ്പം മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഇത് ആധുനിക പീരിയോഡിക് നിയമം എന്നറിയപ്പെടുന്നു. അപ്പം മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ച് ആധുനിക പീരിയോഡിക് നിയമം കൊണ്ടുവന്നത് ആര് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാമെന്ന്. ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ പറയുന്നത് ആധുനിക പീരിയോഡിക് നിയമം എന്താണെന്നാണ്. അപ്പോൾ ഈ കണ്ടതാണ് ഇദ്ദേഹമാണ് ഹെൻറി മോസ്ലി. 1887-നും 1915-നും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക പീരിയോഡിക് നിയമം എന്താണെന്ന് നോക്കാം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ആധുനിക പീരിയോഡിക് നിയമത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിക്കും. അപ്പോൾ അതാരാണ്? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചത് ആര് എന്ന് ചോദിക്കും. ആരാണ്? അത് മോസ്ലിയാണ്. അപ്പോൾ ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി എന്ത് ചെയ്തു? മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്തു? വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകിയത് ആരാണ്? നമ്മുടെ ഹെൻറി മോസ്ലിയാണ് എന്ത് ചെയ്തത്? മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകിയത്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തെല്ലാമെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതിയാണ്. അപ്പം മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതി എന്താണ്? ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതി എന്ന് നമ്മൾ പറഞ്ഞത്. ഉദാഹരണം ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്ലി ശ്രമിച്ചു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആരാണ്? മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയപ്പോൾ എന്താ ചെയ്തത്? സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം ആരെയൊക്കെയാ? കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യ ലോഹങ്ങളെ ഉൾപ്പെടുത്തി. പക്ഷേ ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ ആര് ശ്രദ്ധിച്ചു? മോസ്ലി ശ്രദ്ധിച്ചു. അത് മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മേന്മയാണ്. അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ധാരണ ലഭിക്കുന്നു. അപ്പം നമുക്ക് ഒരു മൂലകത്തെക്കുറിച്ച് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ഗ്രൂപ്പിൽ ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗുണങ്ങളുള്ള മറ്റു മൂലകങ്ങളെക്കുറിച്ച് കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ എന്താ പറയുന്നേ? ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് ഒരേ മൂലകത്തിൻ്റെ ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരേ മൂലകത്തിൻ്റെ ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല. ആരുടെ പീരിയോഡിക് ടേബിളില്ല? നമ്മുടെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ. പക്ഷേ
ആ ഒരു പരിമിതി പരിഹരിക്കാൻ, മെൻഡലീഫിൻ്റെ ഈ ഒരു പരിമിതി പരിഹരിക്കാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ മോസ്ലിക്ക് കഴിഞ്ഞു. അത് ഒരു മേന്മയാണ്. അറ്റോമിക മാസിന്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു പരിമിതിയാണ്. അപ്പം മെൻഡലീഫിന്റെ മറ്റൊരു പരിമിതിയാണ് എന്താ? അറ്റോമിക മാസിന്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മെൻഡലീഫിന്. എന്നാൽ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ ആ പരിമിതിയെ എന്ത് ചെയ്തു? മാറ്റാനായിട്ട് ആർക്ക് കഴിഞ്ഞു? നമ്മുടെ മോസ്ലിക്ക് കഴിഞ്ഞു. ഇപ്പം മെൻഡലീഫ് ആർഗൺ അതായത് ആർഗണിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 40 എന്ന മൂലകത്തിന് ശേഷമാണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാ? 39. അപ്പം മെൻഡലീഫ് കൊടുത്തത് ആർഗണിന് ശേഷമാണ് പൊട്ടാസ്യം കൊടുത്തിരിക്കുന്നത്. അത് ആ മൂലകത്തിൻ്റെ സ്ഥാനം അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരേ അറ്റോമിക മാസുള്ള ആ ഒരു മൂലകങ്ങളുടെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ ആർക്ക് സാധിച്ചില്ല? മെൻഡലീഫിന് സാധിച്ചില്ല. അപ്പം എന്ത് ചെയ്തു? ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക മാസിൻ്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. അപ്പോൾ മോസ്ലി എന്താ ചെയ്തത്? ആ ആരോഹണക്രമത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ എന്ത് ചെയ്തു? പീരിയോഡിക് ടേബിളിനെ വിന്യസിച്ചു. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് ആരാ? നമ്മുടെ മോസ്ലിയാണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക മാസിൻ്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല എന്നാണ് പറയുന്നത്. ഇനി വിവിധ രൂപങ്ങളിലുള്ള പീരിയോഡിക് ടേബിളുകൾ കാലാകാലങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് പലതരത്തിലുള്ള പീരിയോഡിക് ടേബിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെട്ടിട്ടുണ്ട്. 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. അപ്പം നിലവിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളുണ്ട്. ഈ 118 മൂലകങ്ങൾ ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളാണ് നിലവിലുള്ളത്. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പീരിയോഡുകൾ എന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നുമാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകൾ എന്താണ്? വിലങ്ങനെയുള്ള നിരകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? പീരിയോഡുകൾ എന്ന് വിളിക്കും. അതുപോലെ കുത്തനെയുള്ള കോളങ്ങളെ, ഇതേപോലെ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണെങ്കിൽ അവ എന്ത് ചെയ്യുന്നു? രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിള് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീരിയോഡിക് ടേബിള് ഇങ്ങനെ വെച്ചിട്ട് ഇത് കറങ്ങുവാണേ. അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം ഈ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം ഇങ്ങനെ തന്നിരിക്കുന്ന പീരിയോഡിക് ടേബിളിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇതേപോലെ ഇങ്ങനെ കുത്തനെ തന്നിരിക്കുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ തന്നിട്ടിരിക്കുന്നില്ലേ, ഇതാണ് ഓരോ ഗ്രൂപ്പ് ഇതാണ് പീരിയോഡുകൾ എന്ന് പറയുന്നത്. പീരിയോഡുകൾ ഇങ്ങനെ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡുകളുണ്ട്. പണ്ടൊക്കെ സ്കൂൾ ക്ലാസ്സിൽ 7 പീരീഡുകളുണ്ട് എന്ന് പറയുന്നത് പോലെ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. ഇനി ഇങ്ങനെ പോകുന്നതല്ല, ഇതാണ് ഓരോ പീരീഡുകളെന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ തന്നിരിക്കുന്നതാണ് എന്ത്? ഇതേപോലുള്ളതാണ് 4. നമ്മൾ കണ്ടോ? 1, 2. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എത്ര ഗ്രൂപ്പാണ് ഉള്ളത്? 18 ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 18 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ ഈ പറഞ്ഞ ഈ ഒരു ടേബിള് ഇതിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, കണ്ടോ? 18ാമത്തെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, 17ാമത്തെ ഗ്രൂപ്പ്, 16ാമത്തെ ഗ്രൂപ്പ്, 15ാമത്തെ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പുകൾ എത്രയുണ്ട്? ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകൾ തന്നിട്ടുള്ളത്. 18 ഗ്രൂപ്പുകളുണ്ട്. ഇതെങ്ങനെ നമ്മൾ 1 തുടങ്ങി
ഒന്നിൽ തുടങ്ങി എത്ര ഗ്രൂപ്പ് വരെ ഉണ്ടെന്ന് നമുക്ക് അതാ ഇവിടെ 1 ഹൈഡ്രജൻ അടങ്ങുന്ന ഒന്നാമത്തത്, 1, 2, അങ്ങനെ 3, 4, 5, അതുപോലെ 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് ഇങ്ങോട്ട് പോകാം. ഇനി പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങൾ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങൾ 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ 2016 ആയപ്പോഴേക്കും എത്ര മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ചേർത്തു എന്ന് നമ്മളോട് ചോദിക്കാം. എത്രയാണ്? 4 മൂലകങ്ങളാണ് 2016 പീരിയോഡിക് ടേബിളിൽ ചേർത്തത്. ഈ മൂലകങ്ങളെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് എത്രാമത്തെ പീരീഡിലാണ്? 7ാമത്തെ പീരീഡിലാണ് ഈ മൂലകങ്ങളെ 4 മൂലകങ്ങളും 7ാം പീരീഡിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, നമുക്ക് അറ്റോമിക നമ്പർ, അതുപോലെ ഈ 4 മൂലകങ്ങളുടെ പ്രതീകം, അതുപോലെ തന്നെ IUPAC നാമം, ഇത് 4 എണ്ണം കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ അറ്റോമിക നമ്പർ 113 ഉള്ള ഏതാണ്? നിഹോണിയം. NH എന്ന പ്രതീകം എന്താണ്? നിഹോണിയമാണ്. IUPAC നാമം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് NH-ഉം അതിൻ്റെ IUPAC നാമം എന്ന് പറയുന്നത് നിഹോണിയമാണ്. നിഹോണിയം. അപ്പം 113ാമത്തെ മൂലകമാണ്. 113 നിഹോണിയം. 115ാമത്തെ മൂലകം ഏതാണ്? അത് മോസ്കോവിയം. MC കണ്ടോ? MC എന്നാണ് തന്നിരിക്കുന്നത്. പ്രതീകം MC ആണ്. മോസ്കോവിയമാണ് നമ്മുടെ ഈ ഒരു മൂലകം. 115ാമത്തത് മോസ്കോവിയം. ഇനി 117ാമത്തെ മൂലകമാണ് ഏതാണ്? ടെന്നസിൻ. TS ആണ് അതിൻ്റെ പ്രതീകം. ടെന്നസിനാണ് TS. ടെന്നസിൻ എന്നാണ് പ്രതീകം. 118ാമത്തെ മൂലകമാണ് OG എന്ന പ്രതീകമുള്ള ഒഗാനസനാണ് എന്ത്? 118ാമത്തെ മൂലകം. അപ്പോൾ ഇതിൻ്റെ പ്രതീകം OG എന്നാണ്. അപ്പോൾ ഇതാണ് അവസാനമായിട്ട് 2016 ഉൾപ്പെടുത്തിയ 4 മൂലകങ്ങൾ, പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയ 4 മൂലകങ്ങൾ. ഇത് 7ാം പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അറ്റോമിക നമ്പരും അതുപോലെ തന്നെ പ്രതീകവും അതിൻ്റെ IUPAC നാമം കൂടി നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത്. അപ്പം നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിൽ, അപ്പം ജാപ്പനീസ് ഭാഷയാണ് നിഹോണ്. ആ നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ഈ നിഹോണിയം എന്ന മൂലകത്തിന് ലഭിച്ചത്. ജപ്പാൻ എന്നതിനെ ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്. അപ്പോൾ ജപ്പാൻ എന്നതിൽ ജപ്പാൻ എന്നതിന് നമ്മൾ ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ ഒരു പേരാണ് നിഹോൺ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ മൂലകത്തിന് ഏത് പേര് വന്നത്? നിഹോണിയം എന്ന പേര് വന്നത്. 113ാമത്തെ മൂലകമാണ് നിഹോണിയം എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഉദയസൂര്യൻ്റെ നാട് എന്നും ഇതിനർത്ഥമുണ്ട്. അപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉദയസൂര്യൻ്റെ നാട് എന്നുകൂടി അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. അപ്പോൾ മോസ്കോവിയം എന്ന ആ ഒരു മൂലകത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നത് ഏത് ലാബിലാണ്? മോസ്കോയിലുള്ള ലാബിലാണ്. അതുകൊണ്ട് ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളിലാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വരാൻ കാരണം മനസ്സിലായില്ലേ? ടെന്നസി പ്രദേശത്തെ ലാബുകളിലാണ് ഇത് പരീക്ഷണം നടത്തിയത്. അതുകൊണ്ടാണ് അതിന് ടെന്നസിൻ എന്ന പേര് വന്നത്. ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നുമാണ് ലഭിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞ നിഹോണിയം, മോസ്കോവിയം, അതുപോലെ തന്നെ മറ്റ് ടെന്നസി. അപ്പോൾ ഇത് 3ഉം അതുമായി ബന്ധപ്പെട്ട 3 സ്ഥലങ്ങളുടെ പേരുകളാണ് ഈ 3 മൂലകങ്ങളും അറിയപ്പെടുന്നത്. എന്നാൽ ഒഗനസൻ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. അപ്പോൾ നമ്മുടെ യൂറി ഒഗനഷ്യൻ എന്ന് പറയുന്ന
ആ ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകാർത്ഥമാണ് എന്ത് ചെയ്തത്, ആ ഒരു മൂലകത്തിന് ഒഗാനസൻ എന്ന പേര് നൽകിയത്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണിത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്തത്, ഒഗാനസൻ എന്ന പേര് നൽകിയത്. അങ്ങനെ പേര് നൽകുന്നതിൽ ജീവിച്ചിരുന്നവരിൽ പേര് നൽകിയവരിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഒഗാനസൻ എന്ന് പറയുന്നത്. ആദ്യമായി പ്രകാരം പേര് നൽകിയത് അറ്റോമിക നമ്പർ 106 ആയ സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പേര് നൽകിയ മൂലകം ഏതാണ്, ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ പേരിൽ സീബോർഗിയം എന്ന് പറയുന്ന മൂലകത്തിനാണ്. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായാണ് ഈ പേര് നൽകിയത്. അപ്പോൾ ഈ പേര് വന്നത് എങ്ങനെയാണ്, ഗ്ലെൻ സീബർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായി വന്ന ആ ഒരു മൂലകമാണ് സീബോർഗിയം. 106ാമത്തെ മൂലകമാണ് സീബോർഗിയം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇതൊന്നും അവോയ്ഡ് ചെയ്ത് കളയരുത്. നല്ലതുപോലെ പഠിക്കുക. നിങ്ങളുടെ ഭാഗ്യം ചിലപ്പോൾ ഇതേ രൂപത്തിലൊക്കെ വരും. കാരണം നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. മൂലകങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ, ശാസ്ത്രീയമായ വർഗീകരണത്തിൻ്റെ മെച്ചങ്ങൾ എന്നിവയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിൻ്റെ സ്ഥാനവുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ചിത്രം നമ്മൾ വിശകലനം ചെയ്തു. ചിത്രം നമ്മൾ കണ്ടു. അങ്ങനെ കണ്ട് ആ ചിത്രങ്ങൾ വിശകലനം ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ പീരിയോഡുകളുടെ എണ്ണം എത്ര പീരിയഡ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, 7 പീരിയഡാണ് ഉള്ളത്. ഗ്രൂപ്പുകളുടെ എണ്ണം എഴുതുക. എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പഠിച്ചു, 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനിയോ മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പീരിയഡ് ഏതാണ്? മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പീരീഡ് ഏത് പീരീഡ് തന്നെയാണ്? 1ാമത്തെ പീരീഡിലാണ് മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് അല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ പീരീഡ് തന്നെ എന്ന് ഒന്ന് നോക്കിപ്പോകാം. നമ്മുടെ ആ ഒരു പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാവേ. ദേ അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏത് പീരീഡിലാണ്? അപ്പോൾ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രാമത്തെ പീരീഡിലാണ് മൂലകങ്ങളുടെ എണ്ണത്തിൽ കുറവുള്ള പീരീഡ് ഏതെന്നാണ് നമ്മൾ നോക്കുന്നത്. 1ാമത്തെ പീരീഡിൽ ഒരു മൂലകമേ ഉള്ളൂ. 1ാമത്തെ പീരീഡിൽ ഒരു മൂലക ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 2ാമത്തേതിൽ 2 ഉണ്ട്, 3ാമത്തേതിലും 2 ഉണ്ട്, പിന്നെ 4ാമത്തേതിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിൾ. അപ്പോൾ എത്ര പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കുറച്ച് മൂലകമുള്ളത് ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറഞ്ഞൂടെ ഏത് പീരീഡിലാണ്? 1ാമത്തെ പീരീഡിലാണ്. ഇനി 2-3 പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ? അപ്പം 2-3 പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ആദ്യത്തെ പീരീഡിൽ എത്ര ഇത് ഉണ്ട്, എത്ര മൂലകങ്ങളുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, അങ്ങ് അറ്റത്ത് ഏത് ഹീലിയം ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ടല്ലേ, ഹൈഡ്രജനും ഹീലിയവും ഉണ്ട് ആദ്യത്തെ ഗ്രൂപ്പിൽ. ഏറ്റവും കുറവ് ഉള്ള പീരീഡ് എന്ന് പറയുന്നത് 1ാമത്തെ പീരീഡ് ആണ്. ഇനി 2ാമത്തെ പീരീഡിൽ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, 2ാമത്തെ പീരീഡിൽ 8 വീതം. ഇവിടെ നമ്മൾ എണ്ണി നോക്കി അറിയാം, 1, 2, ഇവിടെയും അതേപോലെ 2, 3ലും 2ലും 3ലും എത്രയുണ്ട്? അപ്പോൾ അവിടെ 2 ഉണ്ടായിരുന്നു, എന്നെ 3, 4, 5, 6, 7, 8. അപ്പോൾ 2 പീരീഡിലും എത്ര വീതമുണ്ട്? 8 വീതമുണ്ട്. 8 വീതം. ഇനി
2ലും 3ലും അപ്പോൾ എത്ര വീതമുണ്ടെന്ന് നമുക്ക് പറയാം? 8 വീതമുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ 2, 3 പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ? അത് ഒരേപോലെയാണ് അല്ലേ? എണ്ണത്തിൽ ഒരേപോലെയല്ലേ? മൂലകങ്ങൾ ഒരേപോലെയാണ്. 2ലും എത്ര വീതമുണ്ട്? 8 വീതമുണ്ട്. 4ാം പീരീഡിൽ എത്ര മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4ാമത്തെ പീരീഡിൽ നമുക്കറിയാം 18 മൂലകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു മൂലകത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ നിന്നും ലഭിക്കുന്നത്? അപ്പോൾ ഒരു മൂലകത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൂടെ? എന്തൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും? അതിൻ്റെ പ്രതീകം നമുക്കറിയാൻ പറ്റത്തില്ലേ? പീരിയോഡിക് ടേബിളിൻ്റെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പേര് പ്രതീകം നമുക്ക് അറിയാൻ കഴിയും. ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ H ആണ് പ്രതീകം എന്ന് നമുക്ക് അറിയാം. ഇനി അതിൻ്റെ അറ്റോമിക നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാസ് നമ്പർ 1, ഇതൊക്കെ നമുക്ക് കൊടുത്ത അറ്റോമിക് നമ്പർ അറിയാൻ പറ്റും, മാസ് നമ്പർ അറിയാൻ പറ്റും. പിന്നെ എന്താണ്? ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാൻ പറ്റും. ഇനി ആ ഒരു മൂലകത്തിൻ്റെ പേര് നമുക്കറിയാൻ പറ്റത്തില്ലേ? അതേപോലെ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് അറിയാൻ പറ്റും. ഇനി 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക 2.1 പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മൂലകത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിഥിയത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എത്രയാണ്? ലിഥിയത്തിൻ്റെ പ്രതീകം Li ആണ്. അറ്റോമിക നമ്പറാണ്. അറ്റോമിക നമ്പർ 3 ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 2, 1 അങ്ങനെയല്ലേ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്? ആണ്. ഇനി സോഡിയം ആണെങ്കിലോ 11 ആണ്. അപ്പോൾ എത്ര വരും? 2, 8, 1 വരും. ഇനി അടുത്ത് പൊട്ടാസ്യത്തിൻ്റെ അത് എത്രയാണ്? പൊട്ടാസ്യത്തിൻ്റെത് K ആണ്. പ്രതീകം എന്ന് പറയുന്നത് K ആണ്. അതിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാ? 19 ആണല്ലേ? 19. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഈ പറഞ്ഞ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുമ്പോൾ 2, 8, 8, 1 അതവിടെ ഉണ്ട്. ഇനി അടുത്ത റുബീഡിയത്തിൻ്റെ പ്രതീകം എന്താണ്? RB ആണ് റുബീഡിയത്തിൻ്റെ പ്രതീകം. റുബീഡിയം എത്രാമത്തെ അറ്റോമിക നമ്പർ എത്രാമത്തതാണ്? 37ാമത്തെ അറ്റോമിക നമ്പറിലുള്ള ആ ഒരു മൂലകമാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 18, 8, 1 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത സീസിയത്തിൻ്റെത് എന്താണ്? CS ആണ്. CS ആണ്. 55ാമത്തെ മൂലകമാണ്. പ്രതീകം ഇവിടെ കൊടുത്തിട്ടുണ്ട് 2, 8, 18, 18, 8, 1 അതാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. CS ആണ് പ്രതീകമാണ് ഇവിടെ തരാത്തത്. അപ്പോൾ CS ആണ് അതിൻ്റെ പ്രതീകം. ഇനി അടുത്ത ഫ്രാൻസിയം FR ആണ്. ഈ കണ്ട FR ആണ് അതിൻ്റെ ഫ്രാൻസിയത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ എത്രയാണ്? 87 ആണ് ഫ്രാൻസിയത്തിൻ്റെ അറ്റോമിക നമ്പർ. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. 2, 8, 18, 32, 18, 8, 1 ഇതാണ് നമ്മുടെ ഫ്രാൻസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്താ പ്രത്യേകത? 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ആ ഒരു ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ ബന്ധമുണ്ട്, പ്രത്യേകതയുണ്ട്. കാരണം എല്ലാം എന്തിൽ അവസാനിക്കും? 1ൽ അവസാനിക്കും അല്ലേ? 1ലാണ് അവസാനിക്കുന്നത്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ 1ൽ അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്? 3 ലിഥിയത്തിൻ്റെത് 3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2, 1 അല്ലേ വരുന്നത്? 2, 1 അപ്പോൾ 1ൽ അവസാനിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നോക്കിയേ, നമ്മുടെ പീരീഡ് നോക്കിയാൽ നമുക്കറിയാം 2ാമത്തെ പീരീഡാണിത്. 2ാമത്തെ പീരീഡിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോന്നിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2, 2, 2, 8, 2, 2, 8, 8, 2, 2, 8, 18, 8, 2.
അതുപോലെ 2, 8, 18, 18, 8, 2, 2, 8, 18, 32, 18, 8, 2. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ വിന്യാസം അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വീതമുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലേ? ഇതാ ഇവിടെ ഒന്നാമത്തേതാണെങ്കിലോ അവസാനിക്കുന്നതെല്ലാം 1-ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു പ്രത്യേകതയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ്? ഒരേപോലെയാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അനുസരിച്ചാണ് അതിന് രാസഗുണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്തെന്ന് ചോദിക്കും. അതിന് കാരണം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സാധാരണയായി ഈ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഏത് ഇലക്ട്രോണുകളാണ്? ഈ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ മൂലക കുടുംബങ്ങളായി പരിഗണിക്കാം. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷത വെച്ചിട്ടാണ് നമ്മൾ അവയെ എന്തെന്ന് പറയുന്നത്? മൂലക കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന മൂലക കുടുംബങ്ങളുടെ പട്ടിക ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു മൂലക കുടുംബം തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, 2 ഗ്രൂപ്പ്, അതുപോലെ 1, 2, പിന്നെ 3 മുതൽ 12, പിന്നെ 13, 14, 15, അത് കഴിഞ്ഞിട്ട് 16, 17, 18. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ പേരുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് നമ്മളൊരു പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരു പേര് നൽകുമല്ലേ? അതേപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിലും ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ മൂലക കുടുംബത്തിൻ്റെ പേരുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്പർ അറിയപ്പെടുന്ന ആ ഒരു മൂലക കുടുംബത്തിൻ്റെ പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാമത്തേതാരാ? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 3 മുതൽ 12 വരെ ആരാണ്? സംക്രമണ മൂലകങ്ങളാണ്. ഇനി 13 ബോറോൺ കുടുംബമാണ്. 13ാമത്തെ ആള് ബോറോൺ കുടുംബമാണ്. പിന്നെ 14 എന്താണ്? കാർബൺ കുടുംബമാണ്. 13 ബോറോൺ, 14 കാർബൺ. 15ാമത്തത് നൈട്രജൻ കുടുംബമാണ്. 16 എന്താണ്? ഓക്സിജൻ കുടുംബമാണ്. 17ാമത്തത് ഹാലോജനുകളാണ്. 18ാമത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, അങ്ങനെയൊക്കെ പറയും. അതാണ് 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അവയുടെ മൂലക കുടുംബത്തിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാമല്ലോ ഏതൊക്കെ ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പ് വരെയുണ്ട്. ഒന്നാമത്തത് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് ലോഹം, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16ാമത്തത് ഓക്സിജൻ കുടുംബമാണ്. 17ാമത്തത് ഹാലോജനുകളാണ്. 18ാമത്തത് ഉത്കൃഷ്ട വാതകങ്ങളാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രൂപ്പുകളും അവയുടെ മൂലക കുടുംബത്തിൻ്റെ പേരും. അടുത്തിനി ഇനിയുള്ളത് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തിനി നമുക്ക് പറയാനുള്ളത്.